നമസ്കാരം. വീണ്ടും ഞാൻ മിനി അൽഫോൺസിൻ്റെ അടുത്താണ് എത്തിയിരിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. ശരിക്കും നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ വീണ്ടും നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങളിലേക്ക് പോകാം. ഈ പ്രവാസ ലോകം തുടങ്ങുമ്പോൾ, പ്രവാസിയായി എത്തുമ്പോൾ ഉണ്ടായ കലാമേഖലയുമായിട്ട് ഉള്ള അനുഭവങ്ങളൊന്ന് പങ്കുവെക്കാവോ? ഞാനത് കഴിഞ്ഞ എപ്പിസോഡിൽ അത് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറയാൻ പറ്റിയുള്ളൂ. ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 10-25-30 വർഷത്തെ ഒരു യാത്ര എന്ന് പറയുന്നത് കലാ സാംസ്കാരിക മേഖല, അതുപോലെ തന്നെ കുറച്ച് ആതുര സേവന രംഗത്തും കൂടെ നമുക്ക് കൂടെ നിന്ന് വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു അവസരം ലഭിച്ചു. അതിന് ഞാൻ ഒരു ഷാർജ മലയാളി കൂട്ടായ്മയോട് ഒരുപാട് എനിക്ക് കടപ്പാടും സ്നേഹവും. എനിക്കറിയാം, നല്ലൊരു ടീമാണ് ഷാർജ മലയാളി കൂട്ടായ്മ. ചെറിയൊരു അസോസിയേഷൻ, ചെറിയൊരു ഓർഗനൈസേഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ്. ഒരുപാട് നല്ല അവരല്ലേ പിന്നെ വൺ ദിർഹം ഒരു വായനശാല അതെ ഷാർജയിൽ. അപ്പം അത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ്. പക്ഷേ എൻ്റെ തുടക്കത്തിലെ നമ്മുടെ അതിൻ്റെ ഒരു മെൻറ്റർ എന്ന് പറഞ്ഞാൽ വേണുവേട്ടൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഇതൊരു ഓർഗനൈസേഷൻ അല്ല. നമുക്ക് ആർക്കെങ്കിലും ഒരു നന്മ ചെയ്യണമെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ബേസ് ഒന്നും വേണ്ടല്ലോ. ഇത് മാത്രമാണ്, ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു ഭാഗമായതും കുറച്ച് നാളൊക്കെ അതിൻ്റെ മെയിൻ സ്ഥാനത്തിരുന്ന് വർക്ക് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ അഷ്റഫ് താമരശ്ശേരി സാറായിട്ടൊക്കെ പരിചയവും. ബ്ലഡ് ഡൊണേഷനാണ് കേട്ടോ മെയിനായിട്ട് അവർ ചെയ്യുന്നത്. ബ്ലഡ് ഡൊണേഷനെക്കാട്ടും കൂടുതൽ എല്ലാ മാസത്തിലും 1-2 മിനിമം ഒരു വൺസ് ഇൻ എ മന്ത് ബ്ലഡ് ഡൊണേഷൻ ചെയ്യും. പിന്നെ പറ്റാവുന്ന സഹായങ്ങൾ എന്ന് വെച്ചാൽ ഇവിടുന്ന് ഈ പ്രവാസികളായിട്ടുള്ളവരെന്നുള്ളതല്ല, ഇറസ്പെക്റ്റീവ്, ഇതൊരു നാഷണാലിറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ ജാതി മത ഭേദ വ്യത്യാസമില്ലാതെ പറ്റാവുന്ന സഹായങ്ങൾ, ചെറിയ ചെറിയ സഹായങ്ങൾ. സംഘടനയിൽ അന്നൊക്കെ ഒരു 100-200 ഫാമിലികളാണ് ഉള്ളത്. ആ ഫാമിലിയിൽ തന്നെ ഇവിടെയുള്ള ജോലി ചെയ്യുന്ന, അതെ, ഈ നമ്മുടെ നോമ്പ് സമയത്തൊക്കെ ഇഫ്താർ കിറ്റുകൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് എനിക്കും അറിയാവുന്നതാണ്. അതുപോലെ അഷ്റഫ് താമരശ്ശേരിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരുപാട്, അതായത് നമുക്കൊക്കെ കടന്നു ചെല്ലാൻ പറ്റാത്ത ആ മേഖലകളിലൊക്കെ അദ്ദേഹം നന്നായി തന്നെ പ്രവർത്തിച്ചൊരു മനുഷ്യനാണ്, ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ പറയല്ലോ ഒരു മാർക്കറ്റിംഗ് സൈഡ് അല്ലെങ്കിൽ ഒരു പോപ്പുലാരിറ്റി എന്നൊക്കെ പറയുന്നതിനെക്കാട്ടിലൊക്കെ അപ്പുറത്ത് ശരിക്കും അയാളുടെ ഒരു, അതായത് അതെ, അഷ്റഫ് താമരശ്ശേരി സാറിനെ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഇവിടെ ഏതെങ്കിലും അപകടമായിട്ട് മരണം സംഭവിച്ചു, നാട്ടിലേക്ക് ബോഡി എത്തിക്കണം എന്നുള്ളൊരു സമയത്ത് പുള്ളി ചെയ്യുന്ന ഡോക്യുമെൻറ്റേഷൻ മാത്രം മതി. എത്രയോ ദിവസങ്ങൾ ഉറക്കമില്ലാതെ ആ ഡോക്യുമെൻറ്റേഷൻ ശരിയാക്കി നാട്ടിലേക്ക് അത് എത്തിക്കുന്ന വരെയുള്ള അതിൻ്റെ പ്രൊസീജിയേഴ്സ്, ഈ രാജ്യത്ത് നിന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള അതിൻ്റെ ടിക്കറ്റിങ് കാര്യങ്ങൾ, ബുക്കിങ്, അപ്പോൾ നാട്ടിൽ ആ മൃതദേഹം എത്തിക്കുന്ന വരെയുള്ള ആ ഒരു ഉത്തരവാദിത്തം, അത് കണ്ട് തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാട്ടോ. മറ്റുള്ളവരിലേക്ക് എങ്ങനെ ഇത് ഇത്രയ്ക്കും ആളുകൾക്ക് കുറ്റം പറയുമ്പോൾ അല്ലേ, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് തന്നെ ഒരുപാട് ന്യൂസുകളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര വിഷമം. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ 2 തരം ആൾക്കാരാണുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന കുറേ ടെക്നിക്കുകളാണ്. മറ്റേതെന്ന് പറഞ്ഞാൽ നന്നായി തന്നെ സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുന്ന നല്ല ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിലുണ്ട്. ഒരിക്കലും എല്ലാ ആൾക്കാരും മോശക്കാരെന്നല്ല. ഒരു ചെറിയ വിഭാഗം ആരെങ്കിലും മോശം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് റീച്ച് കിട്ടും. അങ്ങനെ ഇവരൊന്നും ഞാൻ അന്ന സമയത്ത് കണ്ടിട്ടില്ല കേട്ടോ. അന്ന് ഈ വ്യക്തി മാത്രമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഷാർജ മലയാളി കൂട്ടായ്മയായിട്ട് അദ്ദേഹം ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. വർക്ക് ചെയ്യുന്നത് നമ്മൾ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളിലും പുള്ളിയുടെ ഏരിയകൾ നമുക്കൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് എക്സാക്ട്ലി ചെയ്യുന്നത് എന്നുള്ളത് അടുത്ത് മനസ്സിലാക്കാൻ പറ്റിയൊരു വ്യക്തി എന്നുള്ള നിലയിലാണ് കേട്ടോ ഞാൻ ഈ സംസാരിക്കുന്നത്. അതുപോലെ ഇന്ത്യ ഗവൺമെൻറ് ആ ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായിട്ട് അദ്ദേഹത്തിന് പത്മശ്രീ കൊടുക്കുകയുണ്ടായി അല്ലേ? അപ്പം അത് തന്നെ ഊഹിക്കാവുന്നേ ഉള്ളൂ. ഈ മോശം കമൻറ്റുകൾ പറയുന്നവർ അറ്റ്ലീസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി, എന്തിനായിരുന്നു അദ്ദേഹത്തിന് ഇവിടെ എത്രയോ ആൾക്കാരുണ്ട്, എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് കിട്ടും. കഴിഞ്ഞ ആഴ്ചയിലെന്ന് തോന്നുന്നു ഞാൻ അദ്ദേഹത്തെ കണ്ടു. അപ്പോഴും ഈ ഡോക്യുമെന്റേഷൻ ക്ലിയർ ആക്കുന്ന ഒരു പുള്ളി ഈ പറയും പോലെ ഒരുപാട് കാര്യങ്ങളിൽ മറ്റ് നെഗറ്റീവ് പബ്ലിസിറ്റി ഒന്നും പുള്ളി യഥാർത്ഥത്തിൽ കെയർ ചെയ്യുന്നില്ല. പുള്ളിയുടേതായ വഴിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അതൊരു പ്രത്യേകതയാണ്. അതുകൂടാതെ തന്നെ കലാ സാംസ്കാരിക മേഖല എന്ന് പറഞ്ഞാൽ ചാരിറ്റി ഒരു ഓർഗനൈസേഷൻ ആണെങ്കിലും ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഒരു ഓണം പരിപാടിയൊക്കെ മലയാളി ഈ കൂട്ടായ്മയിൽ ചെയ്യാറുണ്ട്. അങ്ങനെ അവിടെയുള്ളൊരു ദിനിൽ മടത്തിൽ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയുള്ള ഒരു വ്യക്തിയാണ്. ജ്യേഷ്ഠനല്ല, അനിയൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞങ്ങൾ ഈ ഓണം പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ കുറേ പ്രോഗ്രാമുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ഓണാഘോഷത്തിന് ഞങ്ങൾ ദിനിലാണ് പറഞ്ഞത്, ചേച്ചി നമുക്കൊരു
നാടകം ചെയ്താലോ. ഓ അത് ശരി, അങ്ങനെയാണ് നാടകത്തിലോട്ട് ആ വരുന്നത്. നാടകത്തിലേക്ക് വരിക ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഭരതമുരളിയിലേക്ക് നമുക്കങ്ങനെ ഓടിക്കയറാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോം അല്ലല്ലോ. അതെ അതെ. അപ്പോൾ ചെറിയ ചെറിയ ഞാനതാണ് പറയുന്നത്. അപ്പം നമുക്ക് ഒരു പാഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഏതൊരു കല ആയിക്കോട്ടെ, ബീങ് ആൻ ആർട്ടിസ്റ്റ്, നമ്മൾ ഏതൊരു അവസരങ്ങൾ കിട്ടിയാലും നമ്മളതിനെ പാഴാക്കി കളയുകയോ തള്ളിക്കളയുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു അനുഭവം അതങ്ങനെയാണ്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ചെയ്യാം. അപ്പോൾ കഥയില്ല, ഡയറക്ടർ ഇല്ല, അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതാൻ ആളില്ല, മ്യൂസിക് ഇല്ല, സ്റ്റേജ് ഇല്ല, സത്യം പറയുകയാണെങ്കിൽ നമുക്ക് കർട്ടൻ പോലും ഒന്നും ഇല്ല, ലൈറ്റ് ഇല്ല. അപ്പം ഇതിൻ്റെ ഒന്നും അകമ്പടി ഇല്ലെങ്കിൽ പോലും നമുക്ക് നാടകം ഒന്ന് ചെയ്താലോ, തട്ടിക്കൂട്ടിയെടുക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ ഇതിൽ തന്നെയാണ് കൊല്ലേണ്ടതെങ്ങനെ. അതൊരു റിയൽ കഥയാണ്. അതൊരു 10 വയസ്സായ ഒരു പെൺകുട്ടി മകളെ അമ്മ ചോറിൽ വിഷം കൊടുത്ത് കൊല്ലുന്ന ഒരു. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് കേട്ടോ. നമ്മളൊരു 10-200 ഫാമിലി ഫ്രണ്ട്സ് അത്രയേ ഉള്ളൂ, വലിയ ഒരു ജനക്കൂട്ടമൊന്നുമില്ല. അപ്പോൾ അതിൽ ലാസ്റ്റിൽ ഈ മകള് ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയാണ്. അപ്പോൾ രണ്ടാനച്ഛനാണ്, അച്ഛൻ കള്ളുകുടിച്ച് വന്ന് ഈ കുട്ടിയെ ഒരുപാട് ഉപദ്രവിക്കും. പിന്നീട് അതൊരു മറ്റു രീതിയിൽ ഒരു സെക്ഷൽ കണ്ണോടുകൂടി ആ കുട്ടിയെ സമീപിക്കുന്ന ഒരു ലെവലിലേക്ക് അച്ഛന് വരികയാണ്. അപ്പോൾ ഈ അമ്മയാണെങ്കിൽ ക്യാൻസർ പേഷ്യൻ്റാണ്. അപ്പം അമ്മയ്ക്ക് അറിയാം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മകൾക്ക് ആരുമില്ല, പിന്നെ ഉള്ളത് ഇങ്ങനെ സമീപനമുള്ളൊരു അച്ഛനുമാണ്. അപ്പം ഒരുപാട് വഴക്കും പ്രശ്നങ്ങളൊക്കെ അവർ എതിർത്ത് നോക്കി, എന്നിട്ടും കാര്യമൊന്നുമില്ല. അങ്ങനെ അവസാനം ഈ അമ്മ തീരുമാനിക്കും മകളെ കൊല്ലാം. അപ്പം എങ്ങനെ കൊല്ലും, അങ്ങനെയാണ് എങ്ങനെ കൊല്ലേണ്ടത് എങ്ങനെ, അങ്ങനെ ഒരു തീം അത് വരുന്നത്. ഇതിൽ തന്നെയാണ് കേട്ടോ എൻ്റെ സ്ക്രിപ്റ്റിൽ എഴുതിയത്. അല്ല ആകെ 2-3 പേരേ ഉള്ളൂ, ഈ മകളും അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അങ്ങനെ അമ്മയായിട്ട് ഞാനിത് ചെയ്യണം. അപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഈ ഒരു വികാരം ഉൾക്കൊള്ളുന്നതിന് നമുക്കധികം വലിയ പ്രാക്ടീസിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നാടകം കഴിഞ്ഞു, ഈ കുട്ടി മരിക്കണ സമയത്ത് ലാസ്റ്റ് ബ്രെത്ത് എന്ന് പറയുമ്പോൾ അതാണ് ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ളൊരു കാര്യം. ഈ കുട്ടിയെ അമ്മേ എന്ന് വിളിക്കുകയാണ്. കുട്ടി ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല. ആ മരണത്തിൻ്റെ ഒരു വിളിയിൽ എൻ്റെ അമ്മയല്ല എന്നെ കൊല്ലുന്നേ, ആ ഒരു ഫീല് എന്ന് പറയുന്നത് ഈ നാടകം കണ്ടിരുന്ന എല്ലാവരും, അപ്പോൾ ലൈറ്റില്ല, അവർ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എണീക്കുന്നില്ല. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും കണ്ണ് നിറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. കാരണം അത് അത്രയും കണ്ടിന്യൂറ്റി അത് നിലനിർത്താൻ പറ്റിയെന്നുള്ളത് ആ ഒരു ഫീല് അത്രയ്ക്കും ഇമോഷണലി ആയിട്ടുള്ളൊരു നാടകമാണ്. അത് 2-3 സ്റ്റേജ് ചെയ്തു. ഇനിയും അത് എനിക്ക് തോന്നുന്നു ഒരുപാട് സ്കോപ്പുള്ള, അധികം പേരിലേക്ക് എത്തിയിട്ടില്ല, കാരണം ഇതൊരു ചെറിയൊരു അസോസിയേഷൻ്റെ ഒരു പ്രോഗ്രാം ആയിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയാണ് തീരം ആർട്സ് എന്നെ വിളിക്കുന്നത്. ജനശത്രു എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് നേരെ അതിലോട്ടാണ്. അതിനിടയിലൊക്കെ വേറെ 1-2 ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയ്ക്ക് വേണ്ടിയിട്ട് അന്നേരം എൻ്റെ കാലൊടിഞ്ഞിട്ടാണ് ആ നാടകം ചെയ്തത്. റിയലി നാടകം അന്നത്തെ ദിവസം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ലിഫ്റ്റൊക്കെ പിടിക്കാൻ ഭയങ്കര സമയമില്ലല്ലോ. അപ്പോൾ സ്റ്റെയർ കയറി മറിഞ്ഞു വീണു, കാലൊടിഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഒരു രക്ഷയില്ല ഒരിക്കലും, ഇന്നിനി നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഫുൾ റെസ്റ്റ് ആണ്. നാടകത്തിൻ്റെ ദിവസമാണ്. ഞാൻ അസോസിയേഷനിൽ പോവാണ്, ഇന്ത്യൻ അസോസിയേഷനിൽ. അപ്പോൾ മെയിൻ ക്യാരക്ടറാണ്. ക്യാരക്ടർ ഇനി മാറ്റി വെക്കാനായിട്ട് ആ സമയത്ത് റീപ്ലേസ്മെൻറ്റ് സാധ്യമല്ല. അങ്ങനെ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അമ്മയാണ്, അപ്പോൾ കുറച്ച് ചതവും ഒട്ടിവും പരിക്കുകളുണ്ടായാലും പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെ ആ ഒരു ബാൻഡ് കെട്ടിയിട്ട് തന്നെ ഐസൊക്കെ വെച്ച് ഞാൻ ഡോക്ടറുടെ ഒറ്റ കാര്യം പറഞ്ഞോളൂ, എനിക്കൊരു 2 മണിക്കൂർ നിൽക്കാനുള്ളൊരു ഇഞ്ചക്ഷൻ, ആ വേദന ഒന്ന് സബ്സിഡൈസ് ചെയ്യാനുള്ള അത് മാത്രം ചെയ്ത് തന്നാൽ മതി ഡോക്ടറെ. കാരണം ഈ നാടകം ചെയ്യാതെ ഇരിക്കാൻ പറ്റില്ല. ശരിക്കും മിനി അത്രയ്ക്ക് പാഷനേറ്റ് ആണ്. മിനിക്ക് ഒരു കാര്യം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് ചെയ്യണം എന്നുള്ള ഭയങ്കരമായ ഒരു ഇതുണ്ട്. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇതിലും കൂടുതൽ ഇപ്പം എന്താ, കുറച്ച് വേദന സഹിക്കണം, മരണത്തെക്കാളിലും അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ലല്ലോ, മരിക്കൊന്നുമില്ലല്ലോ, കുറച്ച് വേദന ഉണ്ടാവും. പക്ഷെ ആ ക്യാരക്ടറിന് അത് വളരെ ആപ്റ്റായിരുന്നു. ആ ഒരു എന്താ പറയില്ലേ, ബാൻഡും കാര്യങ്ങളൊക്കെ ആയിട്ട് കെട്ടിപ്പൂട്ടിയിട്ടാണ് ആ ഒരു കാല് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പം നാടകത്തിനോട് എന്നല്ല, നമ്മൾ ഏതൊരു
കാര്യമായാലും കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇത്രയും ആളുകളല്ല, എല്ലാവരും മേക്കപ്പ് ഒക്കെ ഇട്ട് ഡ്രസ്സ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഞാൻ മാത്രം ഇല്ലെങ്കിൽ അത് നാടകം നടക്കില്ല. കാരണം ത്രൂ ഔട്ട് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഡയറക്ടർ പറയായിരുന്നു, നിങ്ങൾ പറഞ്ഞാൽ മതി, ഈ എൻ്റെ ഹസ്ബൻഡിനോട് പറയാനായിട്ട് എന്നോട് പറയണ, നീ വയ്യാത്ത കാലും വെച്ചിട്ടാണോ ഈ വീട്ടിലെ പണികളൊക്കെ ചെയ്യുന്നത് എന്നൊരു ഡയലോഗും കൂടെ അതിനകത്ത് ആഡ് ചെയ്തപ്പോൾ ഭയങ്കര അർത്ഥവത്തായിട്ട് തന്നെ, അത് സിറ്റുവേഷനോ ഒരു പ്രശ്നമില്ലാതെ തന്നെ വളരെ ഗംഭീരമായിരുന്നു കേട്ടോ. നാടകവും നന്നായിരുന്നു. അങ്ങനെ നമുക്ക് കിട്ടുന്ന അവസരങ്ങളെല്ലാം പള്ളികളിൽ 1-2 നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് നമ്മുടെ ഭീമ ജ്വല്ലറിയുടെ സ്പോൺസർ ചെയ്യുന്ന വിത്ത് 96.7 റേഡിയോ ഒരു സൂപ്പർ വുമൻ കോൺടെസ്റ്റിൻ്റെ ഒരു ഫൈനലിസ്റ്റ് ആയിരുന്നു ഞാൻ. അങ്ങനെയുണ്ട്. അതിൻ്റെ ഒരു ഓഡീഷൻ സമയത്ത് എന്തെങ്കിലും ഒരു, അപ്പം ഞാൻ എന്താ ചെയ്യാൻ പറ്റും, അപ്പം എനിക്ക് ഏറ്റവും പെർഫോം ചെയ്ത് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ആക്റ്റാണ്. അപ്പോൾ അവർ 5 മിനിറ്റാണ് സമയം തന്നിരിക്കുന്നത്. അപ്പോൾ 5 മിനിറ്റിൽ നമ്മൾ അങ്ങനെ എനിക്ക് ഞാനൊരു മെൻറ്ററായിട്ട് തന്നെ കേട്ടോ നാടകത്തിൽ ഷാജഹാൻ മൂപ്പര് പറഞ്ഞു, ഓക്കെ മിനി പേടിക്കണ്ട. അങ്ങനെ മീര സാധു പുള്ളിയാണ് എനിക്ക് സ്ക്രിപ്റ്റ് ചെയ്ത് ഈ ഒരു ടൈമിന് വേണ്ടിയിട്ട്. പിന്നെ ബിജു ജോസഫ് അറിയാലോ, ഫേമസ് മ്യൂസീഷ്യനാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഭരതമുരളി കണ്ടിട്ടുള്ള ഏറ്റവും നല്ലൊരു മ്യൂസിക് ഡയറക്ടറും കൂടിയിട്ടാണ്. അപ്പം പുള്ളി അത് മ്യൂസിക് ചെയ്തു നല്ല രസമായിട്ട്. അതും ഇതുപോലെ തന്നെ മീര എന്ന് പറയുന്ന ഒരു സിംഗിൾ ഒരു ലേഡി ക്യാരക്ടർ, അവരവരുടെ ഭർത്താവിനുള്ള ആ ഒരു ഡെഡിക്കേഷനാണ്. ഭർത്താവ് ഇവരെ 100% വഞ്ചിക്കുകയാണെന്ന് അവർക്ക് അറിയുന്നില്ല. അപ്പോൾ ഇതുമാതിരി സിമിലർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എനിക്ക് ഫസ്റ്റ് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയിട്ടുള്ള നവരാഷ്ട്ര ഭരതമുരളി. നവരാഷ്ട്ര ചെയ്ത സമയത്തും പ്രശാന്ത് നാരായണൻ, അതാണ് എൻ്റെ ഫസ്റ്റ് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയത്. അതും ഒരു ലേഡി മാക്ബത്ത്. ശരിക്കും പറഞ്ഞാൽ കുറേ അവാർഡുകൾ കിട്ടി അല്ലേ? അവാർഡുകൾ പിന്നെ അതുപോലെ അസോസിയേഷനുകളിൽ നിന്നുള്ള അപ്രീസിയേഷൻ വന്നിരുന്നു. പിന്നെ അത് പ്രത്യേകിച്ച് ഈ നമ്മുടെ നാടകത്തിൽ വന്നതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടുന്നത് വെച്ചാൽ, ഇപ്പം നമ്മളുടെ അറിയപ്പെടുന്ന ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ നമ്മളുടെ സുഹൃത്തുക്കൾ, ഫാമിലികൾ, അവരുടെ ഒരു ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ആരും നമ്മളെ കുറ്റപ്പെടുത്താനോ വിമർശിക്കാനോ ജഡ്ജ് ചെയ്യാനോ ഇരിക്കുന്നവരല്ല. നാടകം കാണുന്നു, ആസ്വദിക്കുന്നു, അതിൻ്റെ വല്ല പോരായ്മകളുണ്ടെങ്കിൽ പറയുന്ന, അതിൽ ഉപരിയായിട്ട് നമ്മൾ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആ ഒരു അപ്രീസിയേഷനാണല്ലോ നമ്മുടെ ഒരു എനർജി എന്ന് പറയുന്നത്. ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ആ കയ്യടി അല്ലെങ്കിൽ നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അടുത്തത് നമുക്കറിയാം 100% ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100% പെർഫെക്ഷൻ അല്ലെങ്കിലും ഒരുപാട് 100% തന്നെയാണ് ഓരോ ക്യാരക്ടറേയും അതുപോലെ തന്നെ ആപ്റ്റായിട്ടാണ് ചെയ്യുന്നത്. ഒരു പക്ഷേ എന്താണ് നമ്മുടെ ഉള്ളിൽ ഒരു പക്ഷേ നമുക്ക് അങ്ങനെ തോന്നുമായിരിക്കാം. പക്ഷെ നമ്മൾ ആസ് എ ഓഡിയൻസ് ലെവലിൽ വന്നിരിക്കുമ്പോഴേക്കും മിനിയുടെ പെർഫോമൻസ് ഏറ്റവും ബെസ്റ്റായിട്ടാണ് ഉള്ളത്. കാരണം പലപ്പോഴും ഞാനും കണ്ടിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു കഴിഞ്ഞ നമ്മുടെ അഭിമന്യു സാറിൻ്റെ ഫെമിനിസ്റ്റ് മാനിഫെസ്റ്റോയിലും ഡെസ്റ്റിമോന ചെയ്ത സമയത്ത് ഒഥല്ലോ, അപ്പോൾ നമുക്കറിയാം കളിയാട്ടം മൂവിയാണ് അത്. കളിയാട്ടം പണ്ട് ഞാൻ കാണുമ്പോഴേ തന്നെ എനിക്ക് തോന്നുന്നു ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു, കളിയാട്ടം വരുമ്പോഴേ തന്നെ ആ ക്യാരക്ടർ നമ്മുടെ ഉള്ളിൽ ഭയങ്കര എത്ര ഇന്നസെൻ്റ് ആയിട്ടുള്ള അല്ലേ. ഡെസ്റ്റിമോന പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു പെൺകുട്ടി. അപ്പോൾ അവർ ഇത്രയും വലിയൊരു സമ്പന്നയായിട്ടുള്ള സുന്ദരിയായിട്ടുള്ള ഒരുപാട് കഴിവുകളുള്ള ആ ഒരു പെൺകുട്ടി അവിടുത്തെ ഒരു വെറും അതെ ഒരു കാണാനൊരു ഭംഗിയില്ലാത്ത ഒതല്ലോണ്ട് പോയിട്ട് സ്നേഹിക്കുക, കല്യാണം കഴിക്കുക, വീട്ടുകാരെ മുഴുവനും. അപ്പോൾ അതിനകത്ത് ആ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ എത്ര അപ്പം മരണത്തിൻ്റെ മുൻപിൽ പോലും അവർക്കറിയുന്നില്ല എൻ്റെ ഭർത്താവിനെ കൊല്ലുമെന്ന്. തീർച്ചയായിട്ടും ഇത്രയും സ്നേഹമുള്ള വ്യക്തിക്ക് എങ്ങനെ കൊല്ലാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ കൊല്ലുന്ന സമയത്ത് പോലും അവർ ചോദിക്കുന്ന എത്ര ഞാൻ നിങ്ങളെ സ്നേഹിച്ചില്ലേ, എൻ്റെ കുടുംബത്തിനെ എൻ്റെ പാരൻസിനൊക്കെ ഞാൻ വിട്ട് എല്ലാം എനിക്കുള്ളതെല്ലാം ഞാൻ വിട്ടുപേക്ഷിച്ച് അല്ലേ, ഞാൻ നിങ്ങളുടെ കൂടെ വന്നിട്ടും കൂടെ നിങ്ങൾ എന്നോടത് ചെയ്തല്ലോ എന്നുള്ള അത് ഈ ഫെമിനിസ്റ്റ് മാനിഫെസ്റ്റോയിൽ അത് ഈ ഞങ്ങളുടെ നാടകത്തിൽ അത് ചെയ്തു. കളിയാട്ടത്തിൽ ആ ഒരു സമയം മഞ്ജുവിന് കിട്ടിയില്ല പറയാനായിട്ട്. അപ്പോൾ എൻ്റെ പക്ഷേ ഇതിനകത്ത് എൻ്റെ ആത്മാവ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്. കാരണം ഫെമിനിസ്റ്റ് മാനിഫെസ്റ്റോ എന്നാണല്ലോ നാടകത്തിൻ്റെ പേര് തന്നെ. അപ്പോൾ അത് ഡയറക്ടറുടെ ഒരു ക്രിയേറ്റിവിറ്റി ആയിരുന്നു കേട്ടോ. ആ മരണത്തിന് ശേഷം എനിക്ക് ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചോദിക്കുമായിരുന്നു, അതുകൊണ്ടാണ് ആ ചോദ്യം. അതുകൊണ്ടാണ് ആ ഒരു അതെ. അപ്പോൾ അങ്ങനെയുള്ള നല്ല കുറേ ക്യാരക്ടർ ചെയ്യാനുള്ള ഭാഗ്യം
തീർച്ചയായിട്ടും നമ്മൾ ഈ സംസാരം തീരുന്നില്ല, വീണ്ടും നമ്മൾ തിരിച്ചു വരുന്നതാണ് കണ്ടിന്യൂ ആയിട്ട്, അല്ലേ? തീർച്ചയായിട്ടും. താങ്ക് യു.